ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്ത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ തിരൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി സോപാനം ഉള്ളാട്ടിൽ ശ്രീധരൻ റോഡ് മാങ്ങാറ്റി തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ VP ബാബു അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM ബാബുരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കോർവ നാഷണൽ സെക്രട്ടറി ഉള്ളാട്ടിൽ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോർവ വൈസ് പ്രസിഡന്റ് KK അബ്ദുറസാഖ് ഹാജി, കോർവ കേരള വൈസ് പ്രസിഡന്റ് സജി ദേവി കുളങ്ങര, തലക്കാട് പഞ്ചായത്ത് മെമ്പർ T അനിത, കേരള കോർവ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ജോളി കാക്കശ്ശേരി, P വാസുദേവൻ, K കരുണകുമാർ, പ്രാദേശിക ചരിത്രകാരന്മാരായ ചിറക്കൽ ഉമ്മർ, KC അബ്ദുള്ള എന്നിവരെ സദസ്സിൽ ആദരിച്ചു. ഹോണററി ക്യാപ്റ്റൻ മൂപ്പിൽ മാധവൻ നന്ദി പ്രകാശിപ്പിച്ചു. വേൾഡ് ആന്റി ഡ്രഗ്സ് ഡേ എന്ന ഈ ജൂൺ 26 എന്ന ദിനത്തിൽ നമ്മൾ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ തിരൂർ താലൂക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് സോപാനം എന്ന വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ശ്രീധരൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ നമ്മളുടെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഉള്ളാട്ടിൽ പ്രിയവേട്ടൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മളൊരു ലഹരി വിരുദ്ധ ഒരു പഠന ക്ലാസ് നമ്മളിവിടെ, അല്ലെങ്കിൽ അതിനോടൊരു ബോധവൽക്കരണ ക്ലാസ് നമ്മളിവിടെ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ജൂൺ 26 തീയതിയാണ് ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നേഷൻ നമ്മൾ ഈ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ നമ്മൾ അപ്രൂവലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ കുടുംബ കൂട്ടായ്മയിലൊക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ഏറ്റവും അധികം യൂത്തുള്ള ഒരു വേൾഡിൽ തന്നെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ലോകരാഷ്ട്രങ്ങളിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള മറ്റുള്ള കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് ലഹരി മയക്കുമരുന്നായിട്ടും മദ്യമായിട്ടും വളരെ മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളൊക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് കടത്തിയിട്ടൊക്കെ നമ്മൾ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ കണ്ടുവരുന്നുണ്ട്. ഇന്ന് യുവാക്കളായി കഴിഞ്ഞാലും ചെറിയ കുട്ടികളായി കഴിഞ്ഞാലും ഒക്കെ തന്നെ നമ്മുടെ ഓരോ കുടുംബനാഥനെയും ഭീതിപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികൾ എത്രത്തോളം അപകടത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരം ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പഴയ കാലത്ത് തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള ആൻറ്റി ഡ്രഗ്സ് ഡേ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗത്തിലാണ് നമ്മളൊക്കെ കൂടിയിട്ടുള്ളത്. നമ്മൾ ആത്മാർത്ഥമായി അടുത്ത് വരുന്ന തലമുറ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത് എന്നുള്ള ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും. ഇപ്പൊ സ്വപ്നം തന്നെ പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം നമ്മൾ പോലും നമ്മളെ വീട്ടിലെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ നമുക്ക് പോലും സമയമില്ല. കാരണം നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം മൊബൈൽ ഉപയോഗിക്കും ഒരാൾ, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, ഞാനടക്കം, ഇനി ഒരാളെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എത്രത്തോളം ശ്രദ്ധ പഴയ അമ്മമാരും അല്ലെങ്കിൽ എന്താ പറയുക രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ അമ്മമാരെ പറയാൻ ഏറ്റവും കുട്ടികളോട് ചാർന്ന് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്കല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാനും ഒക്കെ. ഇപ്പം നമുക്കൊക്കെ ഇപ്പം നേരമില്ല അല്ലെങ്കിൽ സമയമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് പോവാം. കാരണം എനിക്ക് സമയമില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയാം. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മളെ മക്കളോട് ചാർന്ന് നിൽക്കാനുള്ള ഇതുപോലത്തെ ബോധവൽക്കരണ ക്ലാസ്സുകൾ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കളെ കൂടി കൂട്ടിച്ചാർത്തി വിളിച്ച്, ഞാനിത് എവിടെ പറയുന്നതാണ്, അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞു. കാരണം നമ്മളോട് വിട്ടു പോകുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്. അതൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ. എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കറിയാം 1857 ലോകരാഷ്ട്ര ദിനം ഡിസംബർ 7 തീയതിയാണ്. 42/112 എന്നൊരു പ്രമേയത്തോടു കൂടി എല്ലാ വർഷവും ജൂൺ 26 ഇങ്ങനെ ഒരു ലോക നർക്കോട്ടിക്സ് വിരുദ്ധ ദിനാക്കാണെന്ന് വിചാരിച്ചത്. അന്ന് തൊട്ട് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറഞ്ഞാൽ എവിഡൻസസ് ആർ ക്ലിയർ, വി ഹാവ് ടു പ്രിവെന്റ് ദ സിസ്റ്റം. അതാണ് ഇപ്പോഴത്തെ തീം. ഈ ബോധവൽക്കരണ ക്ലാസ് നമുക്കറിയാം ലോകത്ത് ഇപ്പോൾ ഏറ്റവും വിപത്ത് ഉള്ള ഒരു സംഗതിയാണിത്. അത് നേരിട്ടോ അല്ലാതെയോ അത് പലരെയും ആരോഗ്യപരമായിട്ടും അല്ലാതെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയിലാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഘട്ടങ്ങളിൽ അവർക്കൊരു ബോധവൽക്കരണം നടത്താന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു പ്രമേയം സ്വീകരിച്ചിട്ട് ജൂൺ 26 ലോക ലഹരി വിമുക്ത ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രത്യേകിച്ച് ലഹരിക്കെതിരെയുള്ള അല്ലെങ്കിൽ ലഹരി എന്ന വിപത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനം കൂടിയാകുമ്പോൾ
അതിന് നിങ്ങൾക്ക് സമൂഹത്തിലുള്ള ഒരു സ്ഥാനം, വലിയൊരു സ്ഥാനം തന്നെ, അംഗീകാരം തന്നെയാണ്. കാരണം നിങ്ങളിൽ മാത്രം ഒതുങ്ങാതെ, നിങ്ങളെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ സാമൂഹിക പ്രസക്തിയുള്ള ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മാതൃകാപരമാണ്. അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ലഹരി വർജന മിഷനായ വിമുക്തിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ലഹരിയിൽ മുഴുകുന്ന ഒരു സംസ്ഥാനമായി മാറുന്നുണ്ടോ കേരളം എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ കുട്ടികളെല്ലാം, ഇന്നത്തെ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന ഒരു പ്രചരണത്തിലേക്ക് നമ്മുടെ സമൂഹം വഴിമാറുന്നുണ്ട്. അങ്ങനെ ആ ചർച്ചയെ നമ്മൾ വഴിതിരിച്ചുവിടണം. അത് ശരിയല്ല. കാരണം നമ്മുടെ മക്കളും അതിനകത്തുണ്ട് എന്ന ഒരു ബോധ്യം പറയുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാം നമ്മുടെ മക്കൾ തന്നെ. പക്ഷേ ഈ കുട്ടികളെല്ലാം മോശം, അത് കാലങ്ങളായിട്ട് കേൾക്കുന്ന, അതിങ്ങനെ കാലങ്ങളോളം തുടർന്നു പോകും. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മോശം, എല്ലാവരും അവർക്ക് എന്താ പറയാ, സദാചാരബോധമില്ല, ആൺപെൺ ഇടപെടലുകൾ, പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരുപാട് യുവത്വങ്ങളിലേക്കും ബാല്യങ്ങളിലേക്കും വരെ, ബാല്യങ്ങളിലും യുവത്വങ്ങളിലും കൗമാരങ്ങളിലും എല്ലാം ഈ ലഹരിയുടെ അളവ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ദുശീലം എന്നോടൊപ്പം നടക്കുന്ന ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ നന്നാവും, ഞാനിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ആള് ഈ ശീലം പഠിക്കും എന്നതാണ് അതിൻ്റെ ഒരു വലിയ അപകടം. അങ്ങനെയെങ്കിൽ ഈ വിപത്ത് ബാക്കി കുട്ടികളിലേക്ക് കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നത്. അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ വീടിനകത്തുള്ള പ്രായമായവർക്ക് നിങ്ങൾ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ കാണണം. അവരിലേക്ക് അത് പകർന്നു കൊടുക്കണം. ഒരു തവണയെങ്കിലും ഒരു ഉരുള ചോറെടുത്ത് ആ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്ത് നീ അമ്മമ്മയ്ക്ക് കൊടുക്ക്, അച്ചമ്മയ്ക്ക് കൊടുക്ക്, ഒരു തവണ കൊടുപ്പിക്കുക. അത്തരത്തിൽ കുട്ടികളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നയിക്കാനും കഴിയുന്ന നല്ല അധ്യാപകരാണ് രക്ഷിതാക്കൾ, ആവണം രക്ഷിതാക്കൾ. ഐക്യരാഷ്ട്ര സഭയുടെ ആണ് ഇത് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. 1987 മുതൽ നമ്മൾ വേൾഡ് ആൻറ്റി ഡേ ആഘോഷിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രസക്തി കൂടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വേൾഡ് ആൻറ്റി ഡ്രഗ് ഡേക്ക് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ വിമുക്തി, അങ്ങനെ പല പരിപാടികളും നടത്തി നമ്മൾ വിദ്യാർത്ഥികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇനിയൊരു കുട്ടി അതിലേക്ക് ചേർന്ന് പോവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ആലോചിക്കും. നമ്മുടെ കേരള സർക്കാർ തുടങ്ങിയ വിമുക്തി എന്ന പദ്ധതി അത് വളരെ വിജയപ്രദമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ കണ്ടു. ആ കാര്യം പറയാനാണ് ഞാൻ മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. കഥാപാത്രം നമ്മുടെ ജില്ലാ പ്രസിഡൻ്റായ റസാഖ് ഹാജിയാണ്. അദ്ദേഹം ഒരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ മകനെ വീട് വിറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കോളേജിൽ ചേർത്തു. പിന്നെ അദ്ദേഹം ഓരോ സമയത്തും ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇതൊരു ലഹരിയായിട്ട് നിങ്ങൾക്ക് തോന്നാറുള്ളത്. ഇതൊരു ലഹരിയാണ്. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യാനുള്ള താല്പര്യം നമുക്ക് വർദ്ധിക്കും. അതിന് പലർക്കും പല ലഹരിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹിക സാംസ്കാരിക രംഗത്താണ് ഇങ്ങനത്തെ സാറിൻ്റെ ക്ലാസും വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താകുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും
പ്രതിജ്ഞ ചെയ്യുന്നു. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.